മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച അന്നു മുതൽ അവരുടെ ജനനത്തിന്റെ അർത്ഥമറിയാനായി അതിന്റെ ഉത്തരം തേടി ശാസ്ത്രം, വേദങ്ങൾ, മതഗ്രന്ഥങ്ങൾ ഇവയെല്ലാം വായിച്ചു മനസ്സിലാക്കി. ഖുറാൻ ഇസ്ലാം മതത്തെ പിന്തുടരുന്നവർക്ക് വേണ്ടി എഴുതിയ ഏറ്റവും വലിയ വേദപുസ്തകമാണ്. ഖുറാൻ ഒരു ശാസ്ത്രീയപരമായ പുസ്തകം അല്ലെങ്കിലും അതിലും ശാസ്ത്രപരമായ കാര്യങ്ങളും ചരിത്രപരമായ പല സത്യങ്ങളുമുണ്ട്. ഇതിൽ മനുഷ്യൻ പല കാര്യങ്ങൾ അറിഞ്ഞാലും ഇനിയും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അതനുസരിച്ച് ഖുറാനിൽ പറയപ്പെട്ട പല കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രത്തെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ അറിയാത്ത ഒരുപാട് സത്യങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയാം. അവസാനം വരെയും തുടർന്ന് കാണുക. അയൺ. ഇരുമ്പ് പ്രകൃതിയാൽ കിട്ടുന്ന ഒരു ലോഹം അല്ല. ഇത് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നത് എന്ന് പറയപ്പെടുന്നു. ഇക്കാര്യം സത്യത്തിൽ നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നും. കാരണം ചില വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പൊട്ടിത്തെറിച്ചു വന്ന ഉൽക്കയാണ് ഈ ഇരുമ്പ് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അതനുസരിച്ച് ഈ ഉൽക്ക ഭൂമിയിലേക്ക് വരികയും ഭൂമിയെ തൊടുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് പീസായി മാറിയതിന് കാരണം അതിൽ ഇരുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നും പറയുന്നു. ഇക്കാര്യം ഖുറാനിൽ അധ്യായം 57 25 വരികളിൽ പറയുന്നു. അതിൽ പറയുന്നത്, മനുഷ്യന്റെ നന്മയ്ക്കായി ഞങ്ങൾ ഇരുമ്പിനെ ഭൂമിയിലേക്ക് ഇറക്കി. അതിൽ ഭയങ്കര ശക്തിയും മനുഷ്യർക്ക് ധാരാളം ഉപയോഗവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോഹം ഭൂമിയിലുള്ളതല്ല, അന്യഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു എന്നുള്ള സത്യം കണ്ടുപിടിക്കാൻ 7-ാം നൂറ്റാണ്ടിലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കഴിയില്ല എന്നാണ് പറയുന്നത്. സ്കൈ ഇസ് ദ പ്രൊട്ടക്ഷൻ. സൂര്യന്റെ ആപത്തായ സൂര്യകിരണങ്ങളിൽ നിന്ന് മേഘമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ മേഘം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സൂര്യന്റെ കിരണങ്ങൾ മനുഷ്യനെ ചാമ്പലാക്കി മാറ്റും. അതുപോലെ മേഘമാണ് ഭൂമിയിലുള്ള കഠിനമായ മഞ്ഞിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത്. ഈ ഭൂമിയിലുള്ള മേഘം കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് പോയാൽ ഏകദേശം -275 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നാൽ മേഘമാണ് ഒരു ഗ്രീൻ ഹൗസ് പോലെ സൂര്യന്റെ ഈ ആപത്തായ കിരണങ്ങളിൽ നിന്നും ഈ ഭയങ്കരമായ മഞ്ഞുവീഴ്ചയിൽ നിന്നും മനുഷ്യനെ, നമ്മളെ സംരക്ഷിക്കുന്നത്. ഇത് ഖുറാനിൽ 21-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ആകാശത്തെ നാം ഒരു സുരക്ഷിത മേൽക്കൂരയാക്കി, എന്നിട്ടും നിങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങൾ അവഗണിക്കുന്നു. ഖുറാനിൽ ഈ മേഘം കൊണ്ടുള്ള സംരക്ഷണം അല്ലാഹു നൽകപ്പെട്ടതായി പറയുന്നു. മൗണ്ടെയിൻസ്. ഖുറാനിൽ മലകളെ പറ്റി വളരെ ഭംഗിയായി പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാൽ 78-ാമത്തെ അധ്യായത്തിൽ 7 വാക്യങ്ങളിൽ, ഭൂമിയെ നാം ഒരു കിടക്ക പോലെ വിരിച്ചില്ലേ, ഭൂമിയെ പരവതാനിയാക്കി, തികഞ്ഞ സമാധാനത്തിന്റെയും വിശ്രമത്തിന്റെയും വാസസ്ഥലമാക്കി, പർവ്വതങ്ങളെ കുറ്റി പോലെ ഉറപ്പിച്ചു. ഇതിനർത്ഥം എന്തെന്ന് ചോദിച്ചാൽ മലകൾ ഭൂമിയുടെ ആഴത്തിലുള്ള വേരുകളായി രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഇതാണ് സത്യവും. മലകൾ ഭൂമിയുടെ അടിഭാഗത്തിൽ വളരെ ആഴത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇക്കാര്യത്തെ ഭൗതിക ശാസ്ത്രജ്ഞനായ ഫ്രാങ്ക് പ്രസ് അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ എർത്ത് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. മൗണ്ട് എവറസ്റ്റ് ഭൂമിയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ഉയരം കാണുമെന്നും അതുപോലെ ഭൂമിയുടെ മധ്യഭാഗത്ത് 125 ആഴം വരെയും പോകുന്നതായും പറയപ്പെടുന്നു. ഇക്കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്. ഒറിജിൻ ഓഫ് ലൈഫ്. മനുഷ്യൻ ജീവിക്കുന്നതിന് വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഖുറാനിൽ അതിനെക്കുറിച്ച് പറയുന്നത്, ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം വെള്ളമാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്ക് വേണ്ടിയും വെള്ളമുണ്ടാക്കി. മനുഷ്യകോശത്തിലുള്ള സൈറ്റോപ്ലാസമിൽ 80% വെള്ളമാണുള്ളത്. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും വെള്ളം കൊണ്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ശാസ്ത്രത്തിന്റെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഉറപ്പിച്ചത് തന്നെ. എന്നാൽ അതേസമയം വെള്ളമില്ലാത്ത മരുഭൂമികൾ ഈ ഭൂമിയിലുള്ളതും വളരെ അത്ഭുതകരമാണ്. എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ്. ബഹിരാകാശത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ മനുഷ്യൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഖുറാനിൽ ബഹിരാകാശം വികസിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. ഇത് 51-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്, അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്, നാം അതിനെ വിരിച്ചു.
എത്ര നന്നായി നാം അതിനെ മിനുസപ്പെടുത്തി. ആകാശം വിപുലമായി കൊണ്ടിരിക്കുന്നത് ചില നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് കണ്ടുപിടിച്ചത്. പ്രസിദ്ധനായ പ്രകൃതിശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിൻസ് അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ ആകാശം വിപുലമാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് 20-ാം നൂറ്റാണ്ടിന്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ ആശ്ചര്യം തോന്നിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ഇത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സൺസ് ഓർബിറ്റ്. നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ 1512 അദ്ദേഹത്തിന്റെ നിഗമനമനുസരിച്ച് സൂര്യൻ ചലനരഹിതമെന്നും ഗ്രഹങ്ങൾ അതിനെ വട്ടത്തിൽ ചുറ്റുന്നതാണെന്നും പറഞ്ഞു. ഇക്കാര്യം 20-ാം നൂറ്റാണ്ട് വരെ എല്ലാവരും സത്യമെന്ന് തന്നെയാണ് വിശ്വസിച്ചത്. എന്നാൽ ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് സൂര്യൻ അതിന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് സ്വയം ചുറ്റിക്കൊണ്ടിരിക്കുന്നതായും ബഹിരാകാശത്തുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതേപോലെ സ്വയമേ കറങ്ങുകയും സൂര്യനെയും ചുറ്റി വരുന്നതായി തെളിയിക്കപ്പെട്ടു. ഇക്കാര്യം ഖുറാനിൽ 1400 വർഷങ്ങൾക്ക് മുൻപേ 21-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുന്നു. അവനത്രേ രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത്. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചില നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശാസ്ത്രജ്ഞന്മാർ ഇത് തെറ്റെന്ന് പറഞ്ഞാലും ഇന്നത്തെ ശാസ്ത്രം ഖുറാനിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ സത്യമെന്ന് പറയുന്നു. ദ ഓഷ്യൻ. ഖുറാനിൽ 24-ാം അധ്യായം 40-ാം വാക്യത്തിൽ ചിന്തിച്ചു നോക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കടൽ അത്രത്തോളം ആഴമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കടലിന്റെ അഗാധങ്ങളിലേക്ക് പോകുന്തോറും അന്ധകാരമായിരിക്കും. കടൽ തിരമാലകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. തിരമാലകൾക്ക് മുകളിൽ മേഘമുണ്ടാകും. മേഘങ്ങൾക്ക് മുകളിൽ ഇരുട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഒന്നിനു മുകളിൽ ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കടലുകൾക്ക് മുകളിലാണ് തിരമാലകൾ ഉള്ളത് എന്ന്. എന്നാൽ കടൽ ഗവേഷകർ അടുത്ത കാലത്ത് കടലിന് അടിയിലും തിരമാലകൾ ഉണ്ടായിരിക്കും, അത് സാധാരണ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്നും പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തി. എന്നാൽ ഖുറാനിൽ കടലിന് മുകളിലുള്ള ആ തിരമാലകളെക്കുറിച്ചും കടലിന് അടിയിലുള്ള തിരമാലകളെക്കുറിച്ചും സമുദ്രത്തിന് മുകളിലുള്ള മേഘത്തെക്കുറിച്ചും ആഴക്കടലിലുള്ള ഇരുട്ടിനെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കടലിനുള്ളിലേക്ക് മനുഷ്യന് വെളിച്ചമില്ലാതെ 70 മീറ്റർ വരെ മാത്രമേ കടലിനുള്ളിൽ നീന്തിപ്പോകാൻ സാധിക്കൂ. കാരണം അതുവരെ മാത്രമേ കടലിനടിയിൽ വെളിച്ചം കാണുകയുള്ളൂ. അതിനുശേഷം ആഴങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് അസാധ്യമാണെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ഇരുട്ടല്ല കടലിനടിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്നത്. അതിലും വളരെ ഭീകരമായിരിക്കും. ഇതുപോലും പല വർഷങ്ങൾക്ക് മുൻപ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. പെയിൻ റിസപ്റ്റേഴ്സ്. ഒരുപാട് ദിവസം വരെയും വേദന അനുഭവപ്പെടുന്ന ടിഷ്യൂ തലച്ചോറിൽ നിന്നുള്ളതാണെന്ന് പറയുന്നു. എന്നാൽ അത് നമ്മുടെ തൊലിക്കുള്ളിലുള്ളതാണ് എന്ന് കണ്ടുപിടിച്ചത് സമീപകാലത്താണ്. ഈ ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേദന അനുഭവിക്കാനേ കഴിയില്ല എന്ന് കണ്ടുപിടിച്ചു. ഇക്കാര്യം ഖുറാനിൽ 4-ാം അധ്യായം 56-ാം വാക്യത്തിൽ പറയുന്നു. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുന്നവരെ നാം നരകത്തിലിട്ട് കളയും. അവരുടെ തൊലികൾ കരിഞ്ഞു പോകുമ്പോഴത്തേക്കും നാം അവർക്ക് മറ്റു തൊലികൾ നൽകും. അതിനാൽ അവർ വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. തീർച്ചയായും അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അതുകൊണ്ടാണ് വേദനയുണ്ടാക്കുന്ന കോശങ്ങളെ തലച്ചോറിൽ വയ്ക്കാതെ തൊലിയിൽ വെച്ചത്. 1400 വർഷങ്ങൾക്ക് മുൻപ് ഇതും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ലൈയിങ് ആൻഡ് ആക്ഷൻസ്. അബു സാഹിൽ എന്ന വളരെ ക്രൂരനായ ഒരു മനുഷ്യൻ മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്നു. ഇയാളെ ശിക്ഷിക്കുന്ന രീതിയിൽ അല്ലാഹു ഖുറാനിൽ 96-ാം അധ്യായം 15-16 വാക്യത്തിൽ പറയുന്നത്, ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരാണോ ഒരുവൻ അവന്റെ പാപങ്ങളെയും തെറ്റായ പ്രവൃത്തികളെയും അവസാനിപ്പിച്ചില്ലെങ്കിൽ അവനെ നാം നെറ്റിയിൽ വലിച്ചിടും. അതായത് ആ വ്യക്തിയെ കുറ്റം പറയുന്നതല്ല, പക്ഷെ ആ മനുഷ്യന്റെ തലച്ചോറിന്റെ മുൻഭാഗത്ത് രൂപപ്പെടുന്ന തെറ്റായ ചിന്തകളെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ മുൻഭാഗത്തുള്ള തലച്ചോറാണ് ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്നത്. ഫ്രണ്ടൽ ലോബ് എന്ന് പറയും. ഈ ഫ്രണ്ടൽ ലോബാണ് മനുഷ്യന് കള്ളം പറയുന്ന പ്രവൃത്തിയെ കൺട്രോൾ ചെയ്യുന്നത്. ഇന്നത്തെ ആധുനിക ശാസ്ത്രം സമീപകാലത്താണ് മനുഷ്യന്റെ തലച്ചോറിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തിന്റെയും ഊർജത്തെ കണ്ടുപിടിച്ചത്. ഫ്രണ്ടൽ ലോബിന്റെ ഊർജത്തെപ്പറ്റി 20-ാം നൂറ്റാണ്ടിലാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്. എന്നാൽ ഖുറാനിൽ ഇതിനെക്കുറിച്ച് പല കാലങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഈ 9 കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.